നമസ്കാരം, ഞാൻ രോഹിത് വേണുനാഥൻ. നമ്മളെല്ലാവരും ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് PSC ഉദ്യോഗാർത്ഥികളും മറ്റു പരീക്ഷകൾ എഴുതുന്നവരും എല്ലാം അല്ലേ. അതായത് ഇപ്പോൾ കൊറോണ ഭീതിയിലാണ് എല്ലാവരും. രണ്ടാം തരംഗം വളരെ ശക്തിയായി നമ്മളെ ബുദ്ധിമുട്ടിച്ചു. അതുപോലെ എക്സാം ഡേറ്റിൻ്റെ കാര്യത്തിൽ ഒരു അനിശ്ചിതത്വമുണ്ട്. എന്നാവും പരീക്ഷ, എങ്ങനെയാവും എന്നുള്ള കാര്യത്തിലൊന്നും ഒരു ഉറപ്പുമായിട്ടില്ല. പിന്നെ പലർക്കും ചെറിയ ചെറിയ ജോലി ചെയ്തുകൊണ്ട് പഠനം മുന്നോട്ട് കൊണ്ടുപോയവരൊക്കെ ജോലി നഷ്ടപ്പെട്ട് വരുമാനമില്ലാത്ത അവസ്ഥയിലാണ്. പിന്നെ ക്ലാസ്സുകൾ കൃത്യമായി ലഭിക്കുന്നില്ല. അത് മുമ്പ് അക്കാഡമികളിലൊക്കെ പോയി പഠിച്ചുകൊണ്ടിരുന്നവർക്ക് ക്ലാസ്സുകളില്ല. അപ്പോൾ അങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല, ഫോക്കസ് നഷ്ടപ്പെടുന്നു. ഇതൊക്കെയാണ് നമ്മളിപ്പോൾ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത്. എല്ലാ പ്രതിസന്ധികൾക്കും രണ്ട് വശങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിൽ ഒന്നാമത്തെ വശമാണ് ഞാൻ ഈ പറഞ്ഞത്, ആപത്ത്, ഡേഞ്ചർ എന്ന് പറയുന്നത്. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ കണ്ട ഡേഞ്ചർ എന്തൊക്കെയാണ്? ഈ കൊറോണയും വരുമാനമില്ലാത്തതും ജോലിയില്ലാത്തതും പഠിക്കാൻ പറ്റാത്തതും എല്ലാം പ്രതിസന്ധിയാണ്. ക്ലാസ്സുകളില്ലാത്തതും എല്ലാം പ്രതിസന്ധിയാണ്, ആപത്താണ്, ഡേഞ്ചറാണ്. അതിൻ്റെ രണ്ടാമതൊരു വശം എന്ന് പറയുന്നത് അവസരങ്ങളാണ്, ഓപ്പർച്യൂണിറ്റി. ഈ അവസരങ്ങളിൽ ഒന്നാണ്, നമ്മൾ ഈ അവസരം തേടി പോകുന്നവർ മാത്രമേ ഇവിടെ വിജയിക്കുന്നുള്ളൂ. അതിലൊന്നാണ് ആവശ്യകതാബോധം. മുമ്പത്തേക്കാളേറെ നമുക്കിപ്പോൾ ഒരു ആവശ്യകതാബോധമുണ്ട്. അതായത് സർക്കാർ ജോലി നേടിയേ പറ്റൂ എന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ ഈ കൊറോണ വന്നപ്പോൾ ഏറ്റവും കുറച്ച് മാത്രം അഫക്റ്റ് ചെയ്ത ആൾക്കാർ എന്ന് പറയുന്നത് സർക്കാർ ജോലിയിലുള്ളവരാണ്. അപ്പോൾ സർക്കാർ ജോലിയുടെ മൂല്യം നമ്മൾ കുറേ കൂടെ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ കുറേ കൂടെ നമുക്കത് വേണം എന്നുള്ള ആവശ്യകത, ആഗ്രഹം ഇവിടെ ഇരട്ടിക്കേണ്ടതുണ്ട്. അത് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. അതൊരു അവസരമാണ്. രണ്ട്, ജോലി നഷ്ടപ്പെട്ടു, വരുമാനമില്ല എന്നുള്ളത് ആപത്ത്. ഇപ്പോൾ നമുക്ക് പഠിക്കാൻ കൂടുതൽ സമയം ലഭിക്കുന്നു എന്നുള്ളത് അവസരം. അപ്പോൾ ഈ കിട്ടുന്ന സമയമേറെ പഠിക്കാൻ ഉപയോഗിച്ചാൽ ഭാവിയിൽ നിങ്ങൾക്ക് സർക്കാർ ജോലി ഉറപ്പാണ്. അപ്പോൾ ആ അവസരം നിങ്ങൾ മുതലെടുക്കുക. കിട്ടുന്ന സമയം മാക്സിമം പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. പിന്നെ അടുത്തൊരു അവസരം എന്ന് പറയുന്നത്, നമുക്ക് നഷ്ടപ്പെട്ട ക്ലാസ്സുകൾ, അതൊരാപത്തായിരുന്നു. നമുക്ക് ഈ പ്രതിസന്ധിയിൽ വന്നതാണ് ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടു എന്നുള്ളത്. കൃത്യമായ ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല. അവിടെ അവസരം വന്നു. ഓൺലൈനായി ക്ലാസ്സുകൾ ഇപ്പോൾ ലഭ്യമാണ്. മിക്കതും നല്ല ക്ലാസ്സുകൾ ഫ്രീ ആയി ലഭിക്കുന്നു എന്നുള്ളത് നല്ലൊരു അവസരമാണ്. അത് മുതലെടുക്കുക. അപ്പോൾ ഈ 3 അവസരങ്ങൾ നിങ്ങൾ ആവശ്യമായി ഉപയോഗിക്കാമെങ്കിൽ, ഈ ആവശ്യകതാബോധം ഉണ്ടാക്കുന്ന ആ ഫോക്കസ് ഉപയോഗിച്ചുകൊണ്ട് കിട്ടുന്ന സമയം മാക്സിമം പഠനത്തിനായി ഉപയോഗിച്ച് ഓൺലൈൻ ക്ലാസ്സുകളും കണ്ട് മുന്നോട്ട് പോകാമെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടത്തിലെ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജോലി നേടാൻ സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ബാക്കിയൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. കൊറോണ മാറും. നമുക്ക് ആരെയും ഇപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല ഈ പരീക്ഷ നടക്കാത്തതിൽ അല്ലേ. അപ്പോൾ കൊറോണയൊക്കെ ഒന്ന് കുറഞ്ഞാൽ ബാക്കി പരീക്ഷകളൊക്കെ നടക്കും. നമുക്ക് നല്ല രീതിയിൽ പഠിച്ചെഴുതാൻ സാധിക്കും. അപ്പോൾ ഈ എന്താ പറയുക, പ്രതിസന്ധിയിൽ നിങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ എല്ലാം ഭാവിയിലൊരു ഇരട്ടി മധുരം നേടാൻ വേണ്ടിയിട്ടുള്ളവയാവും. എപ്പോഴും കടൽ കാണാതെ ജീവിച്ച ഒരാൾക്ക് മാത്രമേ കടൽ കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം ഇരട്ടിയായിട്ടുണ്ടാവുള്ളൂ. ദിവസവും കടൽ കാണുന്നതിന് മനസ്സിലാവില്ല അല്ലേ. അതുപോലെ എന്താ പറയുക, കഷ്ടപ്പാട് അനുഭവിച്ച് മുന്നേറി വിജയത്തിലെത്തുമ്പോഴേ അതിന് ഇരട്ടി മധുരം ഉണ്ടാവുള്ളൂ. താഴ്വരയിൽ ജീവിച്ചവന് മാത്രമേ കൊടുമുടിയുടെ ഉച്ചസ്ഥായിലെത്തുമ്പോഴുള്ള സന്തോഷം ഇരട്ടിക്കുകയുള്ളൂ. നമുക്കിപ്പോൾ ഇവിടെ എന്നാൽ താഴ്വരയിൽ നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കൊടുമുടിയുടെ ഉച്ചസ്ഥായി കാണാൻ പറ്റും. ഒരു മുകളിൽ വിജയം കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളുടെ ഫോക്കസ് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ആ കൊടുമുടിയുടെ മുകളിൽ എത്തണം എന്ന് ഉറപ്പിച്ച് മുന്നോട്ട് പോകാമെങ്കിൽ അത് നൽകുന്ന ആ ഫോക്കസ്, ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തീർച്ചയായും അവിടെ എത്താൻ സാധിക്കും എന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഈ അവസരം മുതലെടുക്കുക. ഞാൻ ഓൺലൈനായി ഫ്രീ ക്ലാസ്സുകൾ നാളെ തൊട്ട് ആരംഭിക്കുന്നുണ്ട്. അത് നിങ്ങൾക്കൊരവസരമാണ്. നമുക്ക് പതിയെ തുടങ്ങാം. ഇപ്പോൾ ഞാനീ പറഞ്ഞത് കേട്ടിട്ട് നമുക്ക് ഒരു 24 മണിക്കൂറിൽ 12 മണിക്കൂറിൽ 16 മണിക്കൂർ ഇരുന്ന് പഠിച്ചു കളയാമെന്ന് വിചാരിച്ചാൽ തുടക്കത്തിൽ അത് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് പതിയെ തുടങ്ങാം. നമുക്ക് ചെറിയ ക്ലാസ്സുകളൊക്കെ കണ്ടു തുടങ്ങി ദിവസവും 2-3 മണിക്കൂറായി തുടങ്ങി പതിയെ ഒരു മൊമെൻറ്റം നേടിയെടുക്കാം. അപ്പോൾ നാളെ തുടങ്ങുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. അതിൽ അറ്റൻഡ് ചെയ്ത് തുടങ്ങാം. ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ് നാളെ ആരംഭിക്കുന്നത്. വൈകാതെ വേറെ ക്ലാസ്സുകളും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുകൂടാതെ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. തികച്ചും ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകളാണ്. നിങ്ങളത് അറ്റൻഡ് ചെയ്ത് തുടങ്ങുക. പതിയെ തുടങ്ങി നമുക്ക് ആ മൊമെൻറ്റം മുന്നോട്ട് നിലനിർത്തി പോവാം. വിജയിക്കാം. ബെസ്റ്റ് ഓഫ് ലക്ക്.